എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ പ്രീ പ്രൈമറിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞു കാണും. എല്ലാവരും ഇതിന് ക്വാളിഫൈ ആയവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഇതിനോടകം തന്നെ നമുക്കറിയാം ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇനി അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി അപ്ലൈ ചെയ്യുക, ഇനി പഠിച്ചു തുടങ്ങുക. കാരണം പി എസ് സിയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഒരു 6 മാസം കൂടി പോയി 8 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? സിലബസ് എന്താണെന്ന് അറിയണം. സിലബസ് അറിഞ്ഞ് അവിടെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് അറിഞ്ഞ് ഒരു കറക്റ്റ് ആയിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പഠനത്തിന്റെ ആ ഒരു സ്ട്രാറ്റജി എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതിനെ പറ്റി, അല്ലെങ്കിൽ എവിടെയാണ് എപ്പോഴാണ് പഠിക്കേണ്ടതിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുള്ളൂ. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഈ സിലബസ് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാകും. അപ്പൊ സിലബസ് നിങ്ങൾ ഓരോ പ്രാവശ്യവും കട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ആ ഒരു പോർഷൻസ് ഏതൊക്കെയാണ് അത് ആദ്യം പഠിച്ച്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ടോപ്പിക്സുകൾ പഠിച്ച് തീർക്കണമെങ്കിൽ സിലബസ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ പ്രീ പ്രൈമറി സിലബസ് ഇത് കഴിഞ്ഞ തവണ, അതായത് 2023 നിങ്ങൾക്ക് 2 കാറ്റഗറീസ് ആയിട്ട് പ്രീ പ്രൈമറിയുടെ എക്സാം നടന്നിട്ടുണ്ട്. അതിലെ പുതിയതായി വന്ന സിലബസ് ആണ്. അപ്പോൾ സിലബസ് ഇനി മാറ്റം വരാനായിട്ട് യാതൊരുവിധ ചാൻസ് ഇല്ല. പുതിയ സിലബസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? സിലബസ് എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഫസ്റ്റ് നോക്കിക്കേ, ഫസ്റ്റ് വരുന്നത് യൂണിറ്റ് 1 ആണ്. 10 യൂണിറ്റുകളായിട്ടാണ് നിങ്ങൾക്ക് 100 മാർക്കിന്റെ എക്സാം വരുന്നത്. അപ്പൊ ഓർക്കുക, ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് ശിശു വിദ്യാഭ്യാസം സാമൂഹിക ദാർശനിക അടിത്തറയാണ് അതിലെ ഫസ്റ്റ് യൂണിറ്റ്. അതിലെ മാർക്ക് വരുന്നത് 10 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. 10 മാർക്ക്. അപ്പൊ ഇതില് ആദ്യം തന്നെ ഈ യൂണിറ്റിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ശിശു വിദ്യാഭ്യാസം അർത്ഥവും വ്യാപ്തിയും. എന്താണ് ശിശു വിദ്യാഭ്യാസം, അതിന്റെ അർത്ഥം എങ്ങനെയാണ്, അതിന്റെ വ്യാപ്തി എന്തൊക്കെയാണ്, ശിശു വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നീ ഏരിയകളാണ് നമ്മൾ അതിൽ നോക്കുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സാമൂഹിക ദാർശനിക സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങൾ. ഇതില് ശിശു വിദ്യാഭ്യാസത്തില് ദാർശനികരുടെ കുറച്ച് കണ്ടെത്തലുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ശിശു വിഭാഗവുമായി അല്ലെങ്കിൽ ശിശുക്കളുമായി ബന്ധപ്പെട്ട കുറച്ച് ഐഡിയോളജീസുകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഇനി അതുപോലെ തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങള്, അതുപോലെ തന്നെ ഉദ്ദേശങ്ങള് എന്തൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ വിദ്യാഭ്യാസ ദർശനങ്ങൾ പഠിക്കുമ്പോൾ ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, ഇത് കുറച്ച് ഫിലോസഫി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഐഡിയലിസം, പ്രാഗ്മാറ്റിസം തുടങ്ങിയ വിദ്യാഭ്യാസ ദർശനങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഐഡിയലിസം എന്താണ് പറയുന്നത്, പ്രാഗ്മാറ്റിസം തുടങ്ങിയ വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ചിന്തകർ ഏതൊക്കെയാണ്. ഇത് ഫിലോസഫി സെക്ഷനാണ്. ഫിലോസഫിയിൽ വരുന്ന ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ദാർശനികര് അതോടൊപ്പം തന്നെ പഠിക്കണം. ഇവിടെ എന്താണ്? ജോൺ ഡുയി, അതുപോലെ തന്നെ ഫ്രോബല് തുടങ്ങിയ പാശ്ചാത്യരായിട്ടുള്ള വിദ്യാഭ്യാസ ദാർശനികർ, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. മറിയ മോണ്ടിസോറി, പൗലോ ഫെയർ, അതുപോലെ തന്നെ പെസ്റ്റലോസി തുടങ്ങിയ വിദ്യാഭ്യാസ ദർശകരെ പറ്റിയാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യൻ വിദ്യാഭ്യാസ ദർശകരെ പറ്റി പഠിക്കണം. അതാരൊക്കെയാണ്? വിവേകാനന്ദൻ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, അരവിന്ദ ഘോഷ് തുടങ്ങിയ വിദ്യാഭ്യാസ ഇന്ത്യൻ ദാർശനികരെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അവരുടെ ആ ഒരു ഐഡിയോളജി എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ആ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത് എന്നൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. അവരുടെ സംഭാവനകൾ എന്തൊക്കെയെന്ന് നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് നമുക്ക് ഒത്തിരി മാർക്കിന്റെ, ഇത് 1 മാർക്കിന്റെ ഒന്നും അല്ല, 2, 3, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ വരെ ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്, തുല്യത, അതുപോലെ തന്നെ ഉൾപ്പെടുത്തല് എന്തൊക്കെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള ഏരിയാസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇത്രയും ഇതെന്താണ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോവുക. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? യൂണിറ്റ് 2 ആണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ. ഇവിടെ എത്ര മാർക്കിന്റെയാണ്? 10 മാർക്കിന്റെയാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ഏജൻസികൾ, പ്രീ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ ഏതെല്ലാം, അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പ്, പട്ടിക വികസന വകുപ്പ് എന്തൊക്കെയാണ്,
അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവരെന്തൊക്കെയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസി, നമ്മുടെ യുനെസ്കോ, യുണിസെഫ്, അതുപോലെ തന്നെ UNOന്റെ ഏജൻസികൾ, ഇതെല്ലാം നമ്മളവിടെ പഠിക്കേണ്ട ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പഠിക്കുന്നത് നമ്മൾ അന്താരാഷ്ട്രം തൊട്ട് അല്ലെങ്കിൽ അന്തർദേശീയം തൊട്ട് നമ്മുടെ ഇന്ത്യൻ SCERT സ്ഥാപനങ്ങള്, അതുപോലെ തന്നെ NCERT, ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവരെന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തത് എന്തൊക്കെയാണ്, ഇതുപോലുള്ള അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ ഏതെല്ലാം, ഇതൊക്കെയാണ് നമ്മളവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. നമ്മുടെ ബാലസേവിക സമാജ് പോലുള്ള ആ ഒരു ഏജൻസികൾ എന്തൊക്കെയാണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മളവിടെ പഠിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും. ഇവിടെ എന്താണ് 10 മാർക്കിന്റെയാണ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത് കുറച്ച് എന്താണ് ബയോളജി റിലേറ്റ് ചെയ്ത് വരുന്ന ഏരിയ ആണ്. അവിടെ നമുക്ക് എന്താ പഠിക്കേണ്ടത്, അവിടെ നമുക്ക് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും അല്ലെ, ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൽ തന്നെ അറിയാം രോഗപ്രതിരോധം അല്ലെങ്കിൽ രോഗങ്ങളെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. അവിടെ നമ്മുടെ കുട്ടികളുടെ ശാരീരികപരമായിട്ടുള്ള ആരോഗ്യത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, മാനസികാരോഗ്യം, സാമൂഹ്യ ആരോഗ്യത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ള ഏരിയാസുകൾ നമ്മളിവിടെ പഠിക്കും. അതുപോലെ തന്നെ ശിശുക്കളുടെ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം എന്താണ്, അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്, അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുമൂലം എന്തൊക്കെയാണ് അവർ നേരിടുന്നത് അല്ലെങ്കിൽ അവ പരിഹരിക്കാനുള്ള വഴികൾ ഏതെല്ലാം എന്ന് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ നൽകേണ്ട പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, അവിടെ കുട്ടികളുടെ പ്രധാനപ്പെട്ട രോഗങ്ങൾ പഠിച്ചു അല്ലെ, അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, നമ്മൾ ECG അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലുള്ള വാക്സിനുകളൊക്കെ എടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അത് ഏത് പ്രായത്തിലാണ് ആപ്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത്, അതുപോലെ തന്നെ ആ രോഗത്തെ എങ്ങനെയൊക്കെ അത് തടയും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള പരിസരം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, വീടും പരിസരവും ഒക്കെ. അതുപോലെ തന്നെ പ്രീ സ്കൂൾ കുട്ടികളുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എങ്ങനെയൊക്കെ ആ ഒരു സ്കൂൾ ലെവൽ എങ്ങനെയൊക്കെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഏരിയാസുകൾ അല്ലെങ്കിൽ പ്രീ സ്കൂളുകൾ എങ്ങനെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കണം, അവിടെ എന്തൊക്കെ പ്രതിരോധങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഇനി അതുപോലെ തന്നെ കായിക പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളികള്, ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ കായികപരമായിട്ടുള്ള ആ ഒരു ആരോഗ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. അവിടെ കളികള്, വിശ്രമം, അതുപോലെ തന്നെ ഉറക്കം, ഇതിന്റെയൊക്കെ ശാസ്ത്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കളികൾ വേണം, വിശ്രമം വേണം എന്ന് പറയുന്നത് എന്നുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കാരണങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് കുട്ടികളുടെ ആരോഗ്യനിലയാണ്. അവിടെ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്, അവരുടെ നിരീക്ഷണം എങ്ങനെയാണ്, അവരെ നിരീക്ഷിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ കുട്ടികളുടെ പോലെ തന്നെ അമ്മയുടെ ആരോഗ്യം ഇമ്പോർട്ടൻസ് ആണ്. അതായത് ആ ഒരു ഗർഭധാരണ പ്രായം മുതൽ അല്ലെങ്കിൽ വിവാഹപ്രായം, ഗർഭധാരണം, ബന്ധുവിവാഹം, അതുപോലുള്ള ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയാസുകളാണ് പഠിക്കുന്നത്. ഗർഭധാരണ പ്രായം മുതൽ അല്ലെങ്കിൽ ഗർഭധാരണം മുതൽ കുട്ടികൾ അല്ലെങ്കിൽ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പരിചരണം ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഗർഭകാല സംരക്ഷണം എങ്ങനെ, അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷമുള്ള പരിചരണം എങ്ങനെ, മുലയൂട്ടൽ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഏരിയാസുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, അമ്മയുടെ ആരോഗ്യമാണ് മെയിൻ ആയിട്ട് അവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ബന്ധുവിവാഹം മൂലം നമുക്ക് കുറച്ച് എന്താണ്, നമുക്ക് DNA പരമായിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് അസുഖങ്ങൾ വരാം അല്ലെ, അതായത് റിലേഷനിൽ നിന്നുള്ള ആ ഒരു വിവാഹം. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം എന്നുള്ള രീതിയിലുള്ള, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുത്തിവയ്പ്പുകൾ, അതുപോലെ തന്നെ ഗർഭധാരണ ഇന്ന മാസത്തില് ഇന്ന കുത്തിവയ്പ്പുകൾ, അതുപോലെ തന്നെ വെയിറ്റ് നോക്കൽ, അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യല്, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യല്. അപ്പൊ ഇതുപോലുള്ള ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക, എത്ര മാർക്കിന്റെയാണ്, 10 മാർക്കിന്റെയാണ് നമുക്ക് അവിടെ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ അധ്യായം 4 ഇത് 12 മാർക്ക്. ഇത് നമ്മൾ 10 മാർക്കാണ് കണ്ടത് അല്ലെ. ഇവിടെ എന്താണ്, 12 മാർക്കിന്റെയാണ്. അധ്യായം 4 ഇവിടെ ശിശുവികാസവും മനഃശാസ്ത്രവും. ഇതെന്താണ്, സൈക്കോളജിയാണ്. അപ്പൊ നമ്മൾ TTCക്ക് ആയാലും അതുപോലെ തന്നെ
നമ്മൾ നഴ്സറി ടീച്ചേഴ്സിനൊക്കെ ആയാലും നമ്മൾ പഠിച്ചേക്കുന്ന ആ ഒരു ഏരിയ തന്നെയാണത്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ എന്താണ് സൈക്കോളജി തൊട്ട് നമ്മൾ പഠിക്കും. അതായത് ഇവിടെ നമ്മൾ സൈക്കോളജിയുടെ കുറച്ച് ഡെഫിനീഷൻസുകൾ പഠിച്ചു പോകുന്നുണ്ട്. ഡെഫിനീഷൻസുകൾ പഠിക്കും. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് സൈക്കോളജി, മനഃശാസ്ത്ര ചിന്താധാര അല്ലെ, സ്കൂൾ ഓഫ് സൈക്കോളജി പഠിക്കും. സ്കൂൾ ഓഫ് സൈക്കോളജി. ഇവിടെ സ്കൂൾ ഓഫ് സൈക്കോളജി പഠിക്കുമ്പോൾ അവിടെ ഏതൊക്കെയാണ് സൈക്കോളജി ചിന്താധാരകളുള്ളത്? അതായത് ബിഹേവിയറിസം, ചേഷ്ടാവാദം, അതായത് വ്യവഹാരവാദം, അതുപോലെ തന്നെ ഹ്യൂമനിസം പഠിക്കുന്നുണ്ട്. ഹ്യൂമനിസം, അതുപോലെ തന്നെ നമ്മൾ ഫങ്ഷണലിസം, അതുപോലെ തന്നെ കൊഗ്നിറ്റീവ്, സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, അതുപോലെ തന്നെ അതിന്റെ വക്താക്കൾ ആരെല്ലാം, അവർ എന്തൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവരുടെ ആ ഒരു തിയറീസുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഏരിയാസുകളാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിക്കുന്നത് മനഃശാസ്ത്ര പഠന രീതികളാണ്. ഇവിടെ നമുക്കറിയാം ഏതൊക്കെയാണ് മനഃശാസ്ത്ര പഠന രീതികൾ. ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയും. ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്താണ്? അതായത് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, അനഡോട്ടൽ റെക്കോർഡ്സ്, ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസുകളായിട്ട് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, ഇതൊക്കെ നമുക്ക് വൈഗോട്സ്കിയുടെ തിയറി, ഇവിടെയൊക്കെ തിയറീസുകൾ വരുന്നുണ്ട് അല്ലെ. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ വൈഗോട്സ്കിയുടെ തിയറിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അനഡോട്ടൽ റെക്കോർഡ്സ്, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, അതുപോലെ തന്നെ ഇന്റർവ്യൂ, പരീക്ഷണം, നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും മാർക്കുകൾ ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഏരിയ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? പ്രീ സ്കൂൾ കുട്ടികളുടെ പ്രകൃതം. ഇവിടെ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയ ആണ് പഠിക്കുന്നത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ആ ഒരു ഏരിയ നമ്മളവിടെ പഠിക്കുന്നത്. അതായത് എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, ഓരോ പ്രായത്തിലും, അതായത് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഏരിയാസിലും അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകള്, അതുപോലെ തന്നെ ശിശുവിന്റെ വികാസ മേഖലകള്, മനഃശാസ്ത്ര അടിത്തറ എന്തൊക്കെയാണ് എന്നുള്ള ഏരിയാസ് ആണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒത്തിരി തിയറീസുകൾ, ഡെവലപ്മെന്റൽ തിയറീസുകൾ പഠിക്കാനുണ്ട്. അത് ആരുടെയൊക്കെയാണ്? പിയാഷയുടെ ഡെവലപ്മെന്റൽ തിയറി, അതുപോലെ തന്നെ എറിക് എറിക്സന്റെ, അതുപോലെ തന്നെ നോം ചോംസ്കി, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി മനഃശാസ്ത്രജ്ഞന്മാരുടെ തിയറീസുകൾ ഇവിടെ ഉണ്ട്. നമുക്കറിയാം പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റും മോറൽ ഡെവലപ്മെന്റും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മോറൽ ഡെവലപ്മെന്റിൽ നിന്ന് കോൾബർഗിന്റെ തിയറീസ് പഠിക്കാനുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റിൽ നിന്ന് എറിക് എറിക്സന്റെ തിയറി. ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത് നോം ചോംസ്കിയുടെ, അതുപോലെ തന്നെ പിയാഷെ, വൈഗോട്സ്കി, സ്കിന്നർ, ഇവിടെ തിയറീസുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി തിയറീസുകൾ പഠിക്കേണ്ട ഒരു ഏരിയാസ് ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഒത്തിരി മാർക്കുകൾ നമുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതിന്ന് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് എന്താണ്? വ്യക്തിത്വം. ഇതും സൈക്കോളജി തന്നെയാണ് അല്ലെ. വ്യക്തിത്വം. ഇവിടെ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റിയുടെ തിയറീസുകളാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. എന്താണ് വ്യക്തിത്വം എന്ന് പഠിക്കും. വ്യക്തിത്വ സമീപനങ്ങൾ നമുക്കറിയാം. ടൈപ്പ് അപ്രോച്ച്, ട്രൈറ്റ് അപ്രോച്ച്, അതുപോലെ തന്നെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന തിയറീസുകൾ. അതുപോലെ തന്നെ നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഇവിടെ പഠിക്കും. അഡ്ജസ്റ്റ് മെക്കാനിസം നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അല്ലെ. ധമനം പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ യുക്തീകരണം പഠിക്കാനുണ്ട്. ആ ഒരു ഏരിയാസുകൾ നന്നായിട്ട് പഠിക്കണം. കാരണം അതിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പേഴ്സണാലിറ്റി അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്ന ആ ഒരു ഏരിയാസിൽ നിന്ന് നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, നമുക്ക് ഇവിടെയാണ് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പഠിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രീ പ്രൈമറിയുടെ എടുത്ത് നോക്കിയാൽ അറിയാം. നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ഒന്നും ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അവിടെ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡ്, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? പഠനമാണ് അല്ലെ. ലേണിംഗ്. ഇവിടെ നമ്മൾ ഇതും സൈക്കോളജിയിൽ വരുന്ന ടോപ്പിക് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താണ് പഠനം എന്ന് തൊട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ പഠനത്തെ കുറിച്ചുള്ള വ്യത്യസ്ത സമീപനങ്ങൾ. ഇവിടെ നമ്മൾ ബിഹേവിയറിസത്തിൽ വരുന്ന കുറച്ച് തിയറീസുകളാണ് പഠിക്കുന്നത്. ബിഹേവിയറിസത്തിൽ പഠിക്കുന്ന നമ്മൾ സ്കിന്നറുടെ തിയറി, അതുപോലെ തന്നെ സ്കിന്നർ, പാവ്ലോവ്, തോണ്ടേക്ക്, ഇവരുടെ തിയറിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. നമുക്കറിയാം സ്കിന്നറുടെ
തിയറീസുകൾ, അതുപോലെ തന്നെ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറിന്റെ ഒപ്പാറാൻഡ് കണ്ടീഷനിങ്, തോണ്ടേക്കിന്റെ ബോണ്ട് തിയറി അല്ലെ, ട്രയൽ ആൻഡ് എറർ തിയറി, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും നിരന്തരം ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ അവിടെ പഠിക്കുന്നത് ഏതാണ്, നമുക്ക് ഗസ്റ്റാൾട്ട് തിയറി, ഗസ്റ്റാൾട്ട് തിയറീസിൽ വരുന്ന ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫീൽഡ് തിയറി, ഈ ഏരിയാസുകളാണ് നമ്മൾ ഗസ്റ്റാൾട്ട് തിയറിയിൽ നിന്ന് പഠിക്കുന്ന കുറച്ച് തിയറീസുകൾ. അതുപോലെ തന്നെ നമുക്ക് ജ്ഞാനനിർമ്മിതി സിദ്ധാന്തം പഠിക്കുന്നുണ്ട്. ഇത് ആരുടെയാണ് ജ്ഞാനനിർമ്മിതി? വൈഗോട്സ്കിയുടെ തിയറി അല്ലെ, വൈഗോട്സ്കി ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ZPD ഒക്കെ നമ്മൾ പഠിച്ചു കണ്ടേക്കുന്നതാണ്, സ്കഫോൾഡിങ് അല്ലെ, ആ ഒരു ഏരിയസ്. അതുപോലെ തന്നെ ബ്രൂണറിന്റെ തിയറീസുകൾ ഒക്കെ നമ്മളിവിടെ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കുന്ന നെക്സ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്ന ഏരിയ ആണ്. ബുദ്ധിയിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച് വയ്ക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് അല്ലെ. അതായത് ബുദ്ധി എന്താണ് എന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കുറച്ച് തിയറീസുകൾ ഉണ്ട് അല്ലെ, ഹൊവാർഡ് ഗാർണറുടെ തിയറീസുകൾ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ IQ എന്താണ്, അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്താണ് എന്നുള്ള ആ ഒരു ഏരിയാസുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗിൽഫോർഡിന്റെ തിയറി, ബുദ്ധിയുടെ തിയറി ഒക്കെ, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്, അത് പഠിച്ചു പോകാം. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ്, നെക്സ്റ്റ് വരുന്ന 5ാമത്തെ മൊഡ്യൂളാണ് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ. ഇത് 12 മാർക്കിന്റെയാണ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 2020, അതുപോലെ തന്നെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഫൗണ്ടേഷൻ 2022. ഇവിടെയാണ് നമ്മൾ KCF അല്ലെ, KCF, NCF ഒക്കെ പഠിക്കുന്നത്. ഇപ്പോൾ ഈ 2020 പഠിക്കുമ്പോൾ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പഠിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ കമ്മീഷൻസുകൾ നന്നായിട്ട് പഠിക്കണം. അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നുള്ള കമ്മീഷൻസുകൾ ഏതൊക്കെയാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കമ്മീഷൻസ്. ഇവിടെയാണ് നമ്മൾ രാധാകൃഷ്ണ കമ്മീഷൻ, യശ്പാൽ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ആ ഏരിയാസ് പഠിച്ചിട്ട് വേണം നിങ്ങൾക്ക് എന്താണ് പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ, അതായത് NCFും KCF ഒക്കെ പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള നിപുൺ ഭാരത്, വിദ്യാപ്രവേശ്, ഇത് എന്തൊക്കെയാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഏത്, യുനെസ്കോന്റെ 2030 വരെയുള്ള അജണ്ട എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ മാർഗരേഖ, അതുപോലെ തന്നെ കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് അല്ലെ, അതുപോലെ തന്നെ 2023, അതായത് SCERT എന്താണ്, NCERT എന്താണ്, അതുപോലെ തന്നെ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആ ഒരു SSAയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന്റെ പാഠ്യപദ്ധതി എന്താണ്. അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് നവചേതന ആധാർശില. ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 6ാമത്തെ മൊഡ്യൂൾ. അവിടെ എന്താണ്, ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും അല്ലെ. ഇത് ഇച്ചിരി മാർക്ക് കൂടുതലാണ് അല്ലെ, 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. നോക്കിക്കേ, അവിടെ കുട്ടികൾക്കായിട്ട് നൽകുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ, അവരുടെ പുസ്തകങ്ങളുടെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ ഉദ്ഗ്രഥിത സമീപന രീതി അതെന്തൊക്കെയാണ്, അവരുടെ പ്രസക്തി എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രീ പ്രൈമറി പ്രവർത്തനങ്ങൾ, അതായത് നമുക്ക് നിർമ്മാണം, ശേഖരിക്കൽ, കഥ, കവിത, പാട്ട്, ഇതൊക്കെ ഉണ്ട് അല്ലെ, അതിന്റെ പ്രാധാന്യം, അതെങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ, പുതിയ നൂതനമായിട്ടുള്ള ടെക്നോളജികൾ എങ്ങനെ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാം, പ്രീ പ്രൈമറി പഠനം എങ്ങനെ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള ഏരിയാസുകൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ടീച്ചറുടെ പ്രവർത്തനാസൂത്രണം, ടീച്ചിങ് മാനുവൽ എന്താണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നമുക്കറിയാം കളിപ്പാട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, കളിക്കൊഞ്ചൽ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഏരിയാസുകൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ വാർഷിക ആസൂത്രണങ്ങൾ, അതുപോലെ തന്നെ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയാസ് ഇവിടെയാണ് വരുന്നത്. ഇവാലുവേഷൻ ഇവിടെ നമ്മൾ ഗ്രേഡിങ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ള സെക്ഷനൊക്കെ നമ്മൾ അവിടെ പഠിച്ചു പോകും. ഇവിടെയാണ് നമുക്ക് എന്താണ് വിലയിരുത്തൽ പഠിക്കുന്നത്, ഇവാലുവേഷൻ എങ്ങനെ എന്നുള്ള ഏരിയാസ് ആണ് നമ്മളവിടെ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE, അതുപോലെ തന്നെ ഗ്രേഡിങ്ങിന്റെ പ്രാധാന്യം എന്നൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്.
അത് എന്താണ് നമുക്ക് സൈക്കോളജി അതുപോലെ തന്നെ ആ ഒരു ഏരിയാസിലൊക്കെ നമ്മൾ പഠിച്ചു പോയേക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, അധ്യായം 8 ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അത് സംഘാടനം, അത് മാർക്ക് 7 മാർക്കിന്റെയാണ്. അവിടെ അധ്യാപകന്റെ യോഗ്യത എന്താണ്, അതുപോലെ തന്നെ അവരുടെ സേവനകാലം എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ NCT എങ്ങനെയാണ് പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്, അധ്യാപകർ അവിടുത്തെ ആയമാരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള ഏരിയാസ് ആണ് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇത്, അതുപോലെ തന്നെ അധ്യായം 9 അവിടെ പോഷകാഹാരം. ഇത് ബയോളജിയാണ് അല്ലെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പോഷകാഹാരം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മാർക്ക് 6 മാർക്കിന്റെയാണ്. അതുപോലെ തന്നെ അതിന്റെ ആഹാരം, ഈ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം കുട്ടികൾ നേരിടുന്ന രോഗങ്ങൾ എന്തൊക്കെ, സമീകൃത ആഹാരത്തിന്റെ ആവശ്യകത, അതുപോലെ തന്നെ കുട്ടികളിൽ പ്രമേഹം, പൊണ്ണത്തടി അതൊക്കെ എങ്ങനെ കുറയ്ക്കാം, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, അധ്യായം 10 ആണ് പ്രീ സ്കൂളും സമൂഹവും. മാർക്ക് 10 മാർക്കിന്റെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ രക്ഷിതാക്കളുടെ പങ്ക്, PTA പങ്ക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടി ഏതൊക്കെയാണ്, ഇതിന്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നാണ് വരുന്നത്. ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എവിടെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ അതിനായി ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാൻ നല്ല സമയമാണ്. കാരണം ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് പഠിച്ചു തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 6-8 ഒരു മാസമെങ്കിലും നമുക്ക് വേണം, അതിനുള്ളിൽ എക്സാം വരും. അപ്പോൾ ടീച്ചർ എന്നുള്ള ലക്ഷ്യം നമുക്ക് പ്രീ പ്രൈമറിയുടെ സ്വന്തമാക്കാം. അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്, PDF നോട്ട്സുകൾ, അതുപോലെ തന്നെ വീക്കിലി വരുന്ന ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ വീക്കിലി എക്സാംസുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ മോഡൽ എക്സാംസുകൾ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ പ്രീ പ്രൈമറി കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് 8590835668. അപ്പോൾ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.